ഒരു വശത്ത് സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് പ്രകോപനപരമായ പല നീക്കങ്ങളും അമേരിക്കയുടെയും ഇറാന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും കൂടുതൽ രാജ്യങ്ങൾ സംഘർഷങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ലോകത്ത് ഭീതി നിറയ്ക്കുന്നതിനിടയിൽ അടുത്ത ദിവസം ഒമാൻ കടലിൽ ഇറാനും റഷ്യയും നാവികാഭ്യാസങ്ങൾ നടത്തുമെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് തന്ത്രപരമായ ഹോർമൂസ് കടലിടുക്കിൽ അഭ്യാസങ്ങൾ ആരംഭിച്ചിരുന്നു. ഇത് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ നാവികസേനയ്ക്ക് വെല്ലുവിളിയാകാനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മേഖലയിൽ സമാധാനം നിലനിർത്താനായി ഒമാന്റെ മധ്യസ്ഥതയിൽ ഇന്നലെ ജനീവയിൽ വെച്ച് നടന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ റിപ്പോർട്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെയും റഷ്യയുടെയും സംയുക്ത നാവികാഭ്യാസം നാളെ ഒമാൻ കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും നടക്കുമെന്നാണ് റിയർ അഡ്മിറൽ ഹസൻ മഖ്സൂദുലുവിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുകയും ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് ഹസൻ പറഞ്ഞു. എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ആഗോള കയറ്റുമതിക്കുള്ള ഒരു പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് മുൻപ് നിരവധി സംഭവങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. കൂടാതെ US ഇറാൻ ചർച്ചകൾക്കിടയിൽ കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതുമായി ബന്ധപ്പെട്ട് മേഖല വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.